ഇയർ എൻഡായിട്ട് ഇന്നലെ രാത്രി ഞങ്ങൾ ഏറ്റുമാനൂരുള്ള ഹാങ് ഔട്ട് എന്ന നൈറ്റ് ഹബിലോട്ട് പോയി. അവിടെ അങ്ങനെ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ആൾക്കാർ ജസ്റ്റ് എൻജോയ് ചെയ്യുമായിരുന്നു. അവിടെ കുറേ ഫുഡ് ഹബ്സ് ഉണ്ട്, അവിടെ സ്ട്രീറ്റ് ഫുഡും അങ്ങനത്തെ കുറേ ഫുഡുകൾ, പല പല ടൈപ്പ് ഫുഡാണ്. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു അവിടെ. ജ്യൂസും മോജ് ജ്യൂസും മോമോസും എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോയത്. ഞങ്ങൾ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഓപ്ഷൻസ് വളരെ കുറവാണ് ഇവിടെ. സോ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് ഞങ്ങളിവിടെ ജസ്റ്റ് പോയത്, നൈറ്റ് പോയത്. കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഭയങ്കര വൈബായിരുന്നു മ്യൂസിക്കൊക്കെ കേൾക്കാനായിട്ട്. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളുടെ ചെറുപ്പുങ്കൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന സംഭവമാണത്. ക്രിസ്മസ് ട്രീയും ഞങ്ങളുടെ അപ്പൂപ്പനും കുതിരപ്പുറത്ത് ഇങ്ങനെ വരുന്നതായിട്ട് അടിപൊളിയല്ലേ. രാവിലെ ആയപ്പോഴേക്കും പുതുവത്സരം തുടങ്ങി. ഭയങ്കര മഞ്ഞായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ രാവിലെ ഞാൻ ചെറുപയർ മുളപ്പിച്ചത് തന്നെ ആവാം, ന്യൂ ഇയറിൽ സ്പെഷ്യൽ ഹെൽത്തി ആവാമെന്ന് വിചാരിച്ചു. അത് ജസ്റ്റ് ഉണ്ടാക്കി വെച്ചു, തേങ്ങയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചു. പിന്നെ ഹസ്ബൻഡിന് ദോശ ഉണ്ടാക്കി, ദോശയും ചട്നി ഉണ്ടാക്കി കൊടുത്തു വിട്ടു. മോന് അത് വേണ്ടാന്നതുകൊണ്ട് ഇന്ന് ഞാൻ അവന് വേണ്ടിയിട്ട് ആലു പറാട്ട ഉണ്ടാക്കി. ഇത് മാവൊക്കെ കുഴച്ച് റെഡിയാക്കിയിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് ഗ്രേറ്റ് ചെയ്തത്. വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അതിൽ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഞങ്ങളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കസ്തൂരി മേത്തി ഇടണം, അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ചുവ വരും. അതിൻ്റെ ബോൾസ് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. പിന്നെ ചപ്പാത്തി മാവിൻ്റെ ബോൾസ് റെഡിയാക്കി പകുതി പരത്തിയിട്ട് ഈ പൊട്ടിച്ച ബോൾസ് അതിനുള്ളിൽ ഇത് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ ജസ്റ്റ് പരത്തിയെടുത്തു. പിന്നെ ചുട്ടെടുത്തു. അവന് സ്കൂളിൽ കൊണ്ടുപോകാൻ ഇതാണ്. അവൻ ചോറും കറിയൊന്നും കൊണ്ടുപോകാറില്ല. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അതാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഉച്ചക്കേക്ക് വേണ്ടി പീച്ചിങ്ങൊക്കെ ഉണ്ടാക്കി. പീച്ചിങ്ങയുടെ കറി ഉണ്ടാക്കണം. പിന്നെ വേഗം കുളിച്ചിട്ട് ഞങ്ങളുടെ ഭഗവാനുള്ള തുളസിയൊക്കെ പെറുക്കിയിട്ട് മാലയൊക്കെ കോർത്ത് വിളക്കൊക്കെ വെച്ച് എല്ലാം ഭക്ഷണവും എല്ലാം കഴിച്ചിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലോട്ട് ഇറങ്ങി. അതെല്ലാം കഴിഞ്ഞിട്ട് അടിപൊളിയായിരുന്നു. റോഡിൽ ആരുമില്ല, ഒരു മനുഷ്യരില്ല. ഇത് ന്യൂ ഇയർ ആണോ പുതുവത്സരമാണോ എന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. കണ്ടില്ലേ, ആരുമില്ല, അധികം ആൾക്കാരേ ഇല്ല റോഡിൽ. വല്ല 1-2 വണ്ടികൾ പോയാലായി. ഞാൻ ഈ പാരലൽ റോഡിൽ കൂടെയാണ് പോകുന്നത്, മെയിൻ റോഡല്ല. എന്നാലും ഇവിടെ അത്യാവശ്യം വണ്ടികൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ആരുമില്ല റോഡിൽ. ക്ലാസ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴത്തേ നല്ല കളർഫുൾ കാഴ്ചകളായിരുന്നു. ഇത് കാണുമ്പോഴുണ്ടല്ലോ മനസ്സിനൊരു സന്തോഷം വരുന്നില്ലേ നിങ്ങൾക്കും? എന്തൊരു ഭയങ്കര ഒരു വൈബായിരുന്നു ഈ കളേഴ്സ്. കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാനായിട്ട് തമിഴന്മാർ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അടിപൊളിയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് ചോറ് കഴിച്ചു. ചോറിൻ്റെ കൂടെ ഞങ്ങളുടെ പീച്ചിങ്ങയുടെ ഒരു കറിയാണ്. പീച്ചിങ്ങയും ഉരുളക്കിഴങ്ങും ജസ്റ്റ് ഇട്ട ഒരു കറി. പിന്നെ ഞങ്ങളുടെ ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ രാവിലത്തെ ചെറുപയർ മുളപ്പിച്ചതിൻ്റെ ഇതുണ്ടായിരുന്നു. പിന്നെ ഉള്ളിക്കൊണ്ടാട്ടം. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു.